ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, മോരിയാമലയുടെ താഴ്വര. ആ ചെറുക്കനെയും പിടിച്ച് അവൻ്റെ തലയിൽ വിറകുണ്ട്, അബ്രഹാമിൻ്റെ കയ്യിൽ കത്തിയുണ്ട്, തീയുണ്ട്. 2 തലമുറ ഒരുമിച്ചതാ മല കയറുകയാണ്. അപ്പനും കയറുന്നു, മോനും കയറുന്നു. അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്. യാഗമൃഗം എന്തിയെ എന്ന ചെറുക്കൻ ചോദിക്കുമ്പോൾ, ജൂനിയർ ചോദ്യം ചോദിക്കുമ്പോൾ, സീനിയർ ആകുന്ന അബ്രഹാം പറഞ്ഞു, യഹോവ ഈരേ. അർത്ഥം ദൈവം കരുതിക്കൊള്ള, ദൈവം കരുതിക്കൊള്ള. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം വരെ സ്തോത്രം, യഹോവ ഇരേ എന്നൊരു ടേം നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. യഹോവ കരുതുന്നവനായ ദൈവമെന്ന്, ദൈവം കരുതുന്നവനെന്ന് ആരും പറഞ്ഞില്ല. മഹത്വത്തിൽ നടന്ന ഒരു ആദാം ഉണ്ടായിരുന്നു. ആദാമിന് ആ റെവലേഷൻ, ആ വെളിപ്പാട് കിട്ടിയില്ല. 300 സംവത്സരം, 3 നൂറ്റാണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്തോത്രം, ഹാനോക്കിന് വെളിപ്പെട്ടില്ല ദൈവം കരുതുന്ന ദൈവമെന്ന്. വലിയ പെട്ടകം ഉണ്ടാക്കിയ ജലപ്രളയത്തെ തോൽപ്പിച്ച് പുറത്തു വന്ന ഒരു നോഹ ഉണ്ടായിരുന്നു. നോഹയ്ക്ക് അത് വെളിപ്പെട്ടില്ല. ഞാൻ വീണ്ടും പറയട്ടെ, നിന്നെക്കാൾ മഹത്വത്തിൽ ജീവിച്ചവരുണ്ടായിരിക്കാം, നിന്നെക്കാൾ കൂടുതൽ ചേർന്ന് നടന്നവരുണ്ടായിരിക്കാം, നിന്നെക്കാൾ വലിയ എക്സ്പെഡിഷൻസ് സാധിച്ചവരുണ്ടായിരിക്കാം. പക്ഷേ നിനക്ക് ആർക്കുമില്ലാത്തൊരു താഴ്വരയുണ്ടെങ്കിൽ, ഒരിക്കൽ കൂടെ ആർക്കുമില്ലാത്ത താഴ്വര നിനക്കുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത ഒരു വെളിപ്പാട് ദൈവം നിന്നെ പഠിപ്പിക്കുകയാണ്. സ്കൂള് പറഞ്ഞു തരാത്തത്, കോളേജ് പറഞ്ഞു തരാത്തത്, പാസ്റ്റർമാരും യൂട്യൂബും പറഞ്ഞു തരാത്തത്, ലൈബ്രറിയും സെമിനാരിയും പറയാത്തത്, ഈ ദിവസം ആരെയോ ദൈവം പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.